ചായയുടെ സ്വാദ് കൂടുമെന്ന് പറയുന്നു. മോഹൻലാൽ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ മോഹൻലാൽ പറയുന്നത് അതിൻ്റെ അതേപോലെ പറയുവാണ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് അച്ചൂർ ടീ മ്യൂസിയത്താണ്. എവിടെയാണെന്ന് വെച്ചാൽ ഹാരിസൺ മലയാളം അച്ചൂരാനമാണ്. അച്ചൂർ എന്ന് പറയുക, അച്ചൂരാനം എന്ന് പറയും. അപ്പോൾ ഇത് 60 വർഷം പഴക്കമുള്ള ട്രാക്ടറാണ്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് അത്ര ഇതൊന്നും തോന്നത്തില്ലെങ്കിലും ശരിക്കും ഒരു പെയിൻ്റൊക്കെ അടിച്ചൊരു മോഡിഫിക്കേഷൻ ചെയ്തതാണ്. അപ്പോൾ അത്ര നല്ല സുഖമൊന്നുമല്ല ഓടിക്കാൻ, ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ. കണ്ടോ നിങ്ങൾ, ഇതാണ് പഴയ രാജദൂത്. 80 വർഷം പഴക്കമുള്ളതാണ്. വീഡിയോ കാണുന്നവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നൊസ്റ്റാൾജി ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക, നമുക്കൊരു 80 വർഷം പഴക്കമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കും. ഇത്രയും നല്ലൊരു ബൈക്ക്. ഇത് ഏകദേശം ഒരു 150 വർഷം പഴക്കമുള്ള ചൈനീസ് ക്ലേ പോട്ടാണ്. 150 വർഷം അല്ലേ? ശരിക്കും ഇത് കൊടുത്തിരിക്കുന്നത് അത് ജസ്റ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഇതെന്താണ് സംഭവം? ഇത് വുഡൻ ടീ ചെസ്റ്റ് ആണ്. ഇതിലാണ് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് പുറത്തേക്കൊക്കെ അയക്കുന്നത് പണ്ട്. ഇപ്പൊ ഇതല്ല, ഇപ്പൊ സാധാ കാർഡ്ബോർഡിന്റെ ഒക്കെ. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഒന്നുമില്ല. ഇത് ബ്രിട്ടാനിയ ബാലൻസ്ഡ് ഷിഫ്റ്റർ. ഇത് നമ്മൾ തേയിലയൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അതായത് തരംതിരിക്കാൻ വേണ്ടി. അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നല്ലത് ചീത്തതൊക്കെ ആയിട്ട് മാറ്റുന്നു. കാൽക്കുലേറ്റർ ഒരു 80 വർഷം പഴക്കമുണ്ടാവും. സ്വീഡൻ മെയ്ഡാണ് ഈ കാൽക്കുലേറ്റർ. ടൈപ്പ് റൈറ്റർ അല്ല, കാൽക്കുലേറ്റർ ആണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന മ്യൂസിയത്തിൻ്റെ പഴയൊരു ഫോട്ടോയാണ്. അതായത് ഏകദേശം 1911 ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയ സമയത്ത് ഇത് ഫാക്ടറി ആയിരുന്നു. 113 വർഷം പഴക്കമുണ്ട് ഈ ഒരു കെട്ടിടത്തിന്. 96 ഇത് കത്തിപ്പോകുന്നത്. അതിന് ശേഷമാണ് ഇത് മ്യൂസിയം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തത്. ആയിരത്തി 1914 ആ സമയത്ത് ഈ എസ്റ്റേറ്റുകളിലൊക്കെ ഉണ്ടായിരുന്ന മാനേജേഴ്സിൻ്റെയും അസിസ്റ്റന്റ് മാനേജേഴ്സിൻ്റെയും ഒക്കെ നെയിംസാണ്. എല്ലാവരും തന്നെ ബ്രിട്ടീഷേഴ്സാണ്.
എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്യണേ, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഓക്കെ, നമ്മളെ എസ്റ്റേറ്റിന്റെ ഒരു മിനിയേച്ചർ, അതായത് നമ്മളെ എസ്റ്റേറ്റ് എങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഫുള്ളായിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി, സ്കൂള്, ഹോസ്പിറ്റൽ, ടെമ്പിൾ, മോസ്ക്, ചർച്ച് എല്ലാം തന്നെ അവൈലബിൾ ആണ്. എല്ലാം തന്നെ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവും. ഹൈഡ്രം എന്ന് പറയും. നമ്മള് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, ഇലക്ട്രിസിറ്റിയുടെയും ഫ്യൂവലിന്റെയും ഒക്കെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ഹൈ പ്രഷറിൽ ഉയരം കൂടിയ സ്ഥലത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചൊരു ഹൈഡ്രോളിക് സിസ്റ്റം ആണിത്. വെള്ളത്തിന്റെ ശക്തി അനുസരിച്ച് ഫോഴ്സ് കുറച്ചിട്ട് കുറച്ചുകൂടി ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള പ്ലേസിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നു. സാധനം മേടിക്കാൻ വേണ്ടി പോയി, ഡിഫ്യൂസർ മേടിക്കാൻ.
ഇത് 3 നിലയിലായിട്ടാണ്, ഏറ്റവും മേലത്തെ നിലയിലാണ് ഇപ്പം നിൽക്കുന്നത്. അവിടെ അവർ തന്നെ ഉണ്ടാക്കിയ, അവർ തന്നെ പൊടിപ്പിച്ചതാക്കിയ തേയിലപ്പൊടി, പലതരം തേയിലപ്പൊടിയിനകത്ത് ഉള്ള ചായകൾ അവിടെ കിട്ടും. അപ്പോൾ ഏറ്റവും മേലെ കയറി അപ്പോൾ അവിടെ നിന്ന് ഒരു ചായ കുടിക്കാമെന്നുള്ള രീതിയിൽ അവിടെ ചെന്നപ്പോഴാണ് അവിടെ ചായയും കൂടെ കിട്ടുമെന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ. CTCയുടെ ഫുൾ ഫോം ക്രഷിങ്, ടയറിങ്, കർലിങ് ഇങ്ങനെയുണ്ടാവും. പൊടി രൂപത്തിലുണ്ടാവും. നല്ല കടുപ്പവും മണവും ഉണ്ടാവും. പാലായിട്ടും കട്ടനായിട്ടും അത് ഉപയോഗിക്കാം. പിന്നെ വരുന്നത് ഇലത്തേയിലയാണ്. ഇത് ഓർത്തഡോക്സ് ടീ എന്ന് പറയും. ഇലത്തേയിലയില്ല, ലീഫ് ടീ എന്ന് പറയുന്നതാണ് ഇത്. ഇത് കട്ടൻ ചായക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പാലൊഴിക്കാൻ പറ്റില്ല. ലൈറ്റ് ആയിരിക്കും, പക്ഷെ നല്ല മണമായിരിക്കും. പിന്നെ വരുന്നതാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും, പക്ഷെ കുറച്ച് കയ്പ്പായിരിക്കും. ഇത്രയും ടീസാണ് വരുന്നത്. ഗ്രീൻ ടീയിൽ പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ലല്ലോ? ഇല്ല, പഞ്ചസാരയും പാലൊന്നും ഉപയോഗിക്കരുത്, ചൂടുവെള്ളം. ഇവിടെ ഇവർ ചായയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലതരം ഐറ്റം ചായകൾ ഇവിടെയുണ്ട്. അതേപോലെ എത്ര പേര് വന്നാലും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഇവിടെ ലഭ്യമാണ്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ അച്ചൂരാനമാണ്. അപ്പോൾ എല്ലാവരും വരിക.
ചായയും കുടിച്ച് തൃപ്തിയായി. ഇനി ഞങ്ങൾ പോവുകയാണ്. ഇപ്പം തന്നെ സമയം ഒരുപാട് വൈകി. ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും നല്ല വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരെ ബായ്.